എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ നമ്മൾ താമസിച്ച ഹോട്ടലൊന്ന് കണ്ടാലോ? നമ്മൾ താമസിച്ചത് കോലാലംപൂരിലാണ്. കോലാലംപൂരിൽ ഗ്രാൻഡ് കോണ്ടിനെൻ്റൽ KL എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, ഒരു വലിയൊരു ഹോട്ടലാണ്. അതിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ നമുക്ക് മോർണിംഗ് ബൊഫേ ഫുഡൊക്കെ ഉണ്ടായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അയൺ ചെയ്യാനായിട്ട് ഇതാ ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ഇനി നമുക്കവിടെ പൂളുണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്. അപ്പോൾ നമ്മൾ പൂളിൻ്റെ അതിയൊക്കെ ഒന്ന് പോയി. 3rd ഡേ ആണ് കേട്ടോ. 3 ദിവസം നമ്മൾ ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ 3ാമത്തെ ദിവസമാണ് ഞാൻ ഈ എക്സ്പ്ലോർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയത് കേട്ടോ. അതുവരെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടിയില്ല. നമ്മളിങ്ങനെ ഓടി നടന്ന് ഓരോ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് നടക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് വലിച്ചിട്ടാണ് കുട്ടേട്ടനെയും കുഞ്ചുവിനെയും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ എത്തിയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് ഒരു 10-11 മണിയാവാറാകുമ്പോഴാണ് വന്നത്. പിന്നെ ഈ മുട്ട വെയിലത്ത് പൂളിൽ ഇറങ്ങുന്നതൊരു ശരിയല്ലായികയില്ലേ എന്നതുകൊണ്ട് നമ്മൾ അവിടേക്ക് ഇറങ്ങിയില്ല. പിന്നെ പുള്ളിക്ക് ഇറങ്ങണമെങ്കിൽ അവർ പറഞ്ഞു അത് ഒറ്റത്തൊരു എന്താ പറയുക പൈപ്പുണ്ട്, ഒരു ഷവറുണ്ട്. ആ ഷവറിൽ കുളിച്ച ശേഷം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പുത്രജയിലേക്ക് പോകാനുള്ള ഒരു തത്രപ്പാടിലായതുകൊണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ടൊന്നും പോണില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ മെയിൽ ഫീമെയിൽ ഡ്രസ് ചേഞ്ചിങ് ചെയ്ത് ഫ്രഷപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് റൂമിലേക്ക് പോവാം. ആ രീതിയിലൊക്കെ സെറ്റാണ് കേട്ടോ. പിന്നെ ഇനി ഇതിൽ ഒരു അടിപൊളി സംഭവമുണ്ട് ഇവിടെ, അത് നമ്മൾ കാണിച്ചു തരാം. ഇതാ യെസ്, നമ്മുടെ ഐറ്റം അവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിനും ശരീരത്തിനും ഒക്കെ കുളിർമ നൽകുന്ന ഐറ്റംസാണ് അവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ കഴിക്കാം, ഇതൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഇങ്ങനെ കിടന്ന് ആസ്വദിച്ച് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. ഈ പൂളിനെ മൊത്തം ഒന്ന് കണ്ട് ചുറ്റിക്കറങ്ങി കാണാം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പൂൾ അപ്പുറത്ത് ഞാൻ കാണിച്ചു തന്നില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്ത് വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് വലിയൊരു പൂളും ഉണ്ട്. പിന്നെ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഇതാണ്ട് ബൊഫേ എല്ലാ ഫുഡുകളും ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ എത്തിയപ്പോൾ ഒരു കുറേ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ദോശ, സാമ്പാർ അതൊക്കെയാണ് എടുത്തത്. പിന്നെ കുറേ ഫ്രൂട്ട്സ്, പിന്നെ ഇതാ ഇങ്ങനെ കോൺഫ്ലവർ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ എടുക്കാം, കഴിക്കാം. പാല് ഒക്കെ ഉണ്ട്, ബ്രെഡ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അടിപൊളി റൂമായിരുന്നു. ഇതാ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള വലിയൊരു, ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഗ്ലാസ് ഡോറാണ്. അടിപൊളിയായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നു. അപ്പുറത്തുള്ളത് ഹോട്ടൽസിൻ്റെയൊക്കെ കണ്ടോ, എന്തോരം വലിയ ഹോട്ടൽസാണെന്നറിയോ. ഒരു നമ്മൾ താമസിക്കുന്നത് തന്നെ 21ാമത്തെയോ 22ാമത്തെയോ ഒക്കെ നിലയിലാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആകാശത്തേക്ക് എത്രയുണ്ടെന്ന് തന്നെ അറിയില്ല. ബാത്റൂംസൊക്കെ നല്ല ക്ലീനായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ബാത്ത് ടബൊക്കെ ഉണ്ട് അവിടെ തന്നെ. എന്തായാലും നമ്മൾ ഇന്ന് ഈ 3 ദിവസം നിന്ന ഈ റൂമിനോട് നമ്മൾ യാത്ര പറഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. അതായത് കുഞ്ചൂസൊക്കെ അത് അവിടെ ഇരുന്നിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടതെന്നുള്ളതൊക്കെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കവിടെ ഒരു ചെറിയ റൂമിൽ ഇങ്ങനെ ഒരു വലിയൊരു അലമാരയൊക്കെ ഉണ്ട്. നമുക്ക് ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ അടുക്കി വയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് പിന്നെ അധികം ഡ്രസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളത് ആ ബെഡിലൊക്കെ ഇങ്ങനെ വലിച്ച് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ പാടെ കൂടി അടുക്കി പെറുക്കി ആ പെട്ടിയിൽ നിറച്ച ശേഷം നമ്മളിനി പോകാനായിട്ട് നോക്കുകയാണ്. ഇനി ഈ ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അറ്റത്ത് കാണുന്നത് കണ്ടോ, അതാണ് മെട്രോ. നമുക്ക് മെട്രോ ഒക്കെ പിടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഞങ്ങൾ പിന്നെ ഓൾറെഡി നമുക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട്, ശരത്ത് ഞങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ടൂർ പ്ലാനേഴ്സായിട്ടുള്ള ശരത്ത് ഞങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരിക. കാരണം ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ ഇത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.